4000 വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദിയുടെ തീരത്തൊരു സാമ്രാജ്യം ഉയർന്നു. ആയിരങ്ങളുടെ അധ്വാനം, കല്ലും ഗണിതവും വിശ്വാസവും ചേർന്നൊരു അത്ഭുതം പിറന്നു. പക്ഷേ ഇന്നും ഒരു ചോദ്യം ബാക്കി. അവർ ഇതെങ്ങനെ പണിതു? നമുക്ക് ഇന്നൊരു വീട് പണിയാൻ പോലും എഞ്ചിനീയർ വേണം, JCB വേണം, ക്രെയിൻ വേണം, സിമെന്റ് മിക്സർ വേണം, ലോറി വേണം. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ന് മുതൽ ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി ഇല്ല, മോഡേൺ മെഷീൻ ഇല്ല, ക്രെയിൻ ഇല്ല, ട്രക്കില്ല, കമ്പ്യൂട്ടർ ഇല്ല. അങ്ങനെ ഒരു കാലത്ത് ഈജിപ്തിലെ മനുഷ്യർ പണിതതാണ് ജിസയിലെ ഗ്രേറ്റ് പിരമിഡ്. ഇത് ചെറിയൊരു ബിൽഡിംഗ് അല്ല, ഇത് ഏകദേശം 2.5 മില്യൺ സ്റ്റോൺ ബ്ലോക്സ് കൊണ്ട് പണിത ഒരു മനുഷ്യനിർമ്മിത പർവ്വതം പോലെയാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് അവർ ഇതെങ്ങനെ ചെയ്തു? ഒരു കല്ല് തന്നെ ചിലപ്പോൾ ടൺ കണക്കിന് വെയിറ്റ് ഉണ്ടാകും. അത് ക്വാറിയിൽ നിന്നെടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കയറ്റി പെർഫെക്റ്റ് ഷേപ്പിൽ വെച്ച് അവസാനം ഒരു പർവ്വതം പോലെ പിരമിഡ് ഉണ്ടാക്കി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ചിന്തിക്കും, ഇത് മനുഷ്യർ തന്നെയാണോ ചെയ്തത്, അല്ല വേറെ എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഏലിയൻ സ്റ്റോറി പറയാൻ പോകുന്നില്ല, കാരണം സത്യം അതിലും അത്ഭുതകരമാണ്. നമ്മൾ ഇന്ന് പിരമിഡ് കാണുമ്പോൾ ഒരു പഴയ കല്ല് കെട്ടിടം പോലെ തോന്നാം. പക്ഷെ അന്ന് അതങ്ങനെ ആയിരുന്നില്ല. ഇന്ന് കാണുന്ന ബ്രൗൺ കളേർഡ് സ്റ്റെപ്ഡ് പിരമിഡ് അല്ല അന്ന് ഉണ്ടായിരുന്നത്. അതിൻ്റെ പുറത്ത് സ്മൂത്ത് വൈറ്റ് ലൈംസ്റ്റോൺ കവറിംഗ് ഉണ്ടായിരുന്നു. സൂര്യപ്രകാശം അടിച്ചാൽ അത് തിളങ്ങുന്ന ഒരു വലിയ വെളുത്ത പർവ്വതം പോലെ കാണപ്പെട്ടിരിക്കാം. അതായത് ഏൻഷ്യന്റ് ഈജിപ്തിലെ ആളുകൾക്ക് ഇത് വെറും ടോംബല്ലായിരുന്നു, അത് പവറിന്റെ സിംബലായിരുന്നു. ഫറവോ എന്ന രാജാവ് മരിച്ച ശേഷം ആഫ്റ്റർ ലൈഫിലേക്ക് പോകുന്നു എന്ന വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു പിരമിഡ്. ഇതൊരു ബിൽഡിംഗ് പ്രൊജക്റ്റ് മാത്രമല്ല, ഇത് അവരുടെ റിലീജിയൻ ആയിരുന്നു, കിങ്ങിന്റെ പവർ ആയിരുന്നു, രാജ്യത്തിന്റെ പ്രൈഡ് ആയിരുന്നു. അന്നത്തെ ഈജിപ്തിന്റെ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയും എന്ന പ്രഖ്യാപനമായിരുന്നു. നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ഏൻഷ്യന്റ് പീപ്പിൾ എന്ന് കേട്ടാൽ അവർക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് നമ്മൾ കരുതും. പക്ഷേ അത് ശരിയല്ല. അവർക്ക് ഫോൺ ഇല്ലായിരുന്നു, ഗൂഗിൾ മാപ്പ് ഇല്ലായിരുന്നു, JCB ഇല്ലായിരുന്നു, കാൽക്കുലേറ്റർ ഇല്ലായിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്നത് വേറെ ചില കാര്യങ്ങളായിരുന്നു. അവർക്ക് മെഷർമെന്റ് അറിയാമായിരുന്നു, സ്റ്റാർസിനെ നോക്കി ഡയറക്ഷൻ കണ്ടെത്താൻ അറിയാമായിരുന്നു, കല്ല് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അറിയാമായിരുന്നു, നൈൽ നദി ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അറിയാമായിരുന്നു, ആയിരക്കണക്കിന് വർക്കേഴ്സിനെ ഓർഗനൈസ് ചെയ്യാൻ അറിയാമായിരുന്നു. പ്ലാനിങ്, മെഷർമെന്റ്, ലേബർ, ട്രാൻസ്പോർട്ട്, സ്കിൽ ഇവയെല്ലാം ചേരുന്നതാണ് ടെക്നോളജി. ഇതാണ് പിരമിഡിന്റെ റിയൽ സീക്രട്ട്. നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ആദ്യം എന്താണ് നോക്കുക? ഭൂമി നോക്കും, അതിൻ്റെ ഫൗണ്ടേഷൻ നോക്കും, വെള്ളം ഉണ്ടോ എന്ന് നോക്കും, റോഡിൻ്റെ അക്സസിബിലിറ്റി നോക്കും, മെറ്റീരിയൽസ് എവിടെ നിന്ന് വരും എന്നും നോക്കും. ഈജിപ്ഷ്യനും അത് തന്നെ ചെയ്തു. ജിസ പ്ലാറ്റ്യൂ എന്ന സ്ഥലം അവർ തിരഞ്ഞെടുത്തത് വെറുതെ അല്ല. അവിടെ സോളിഡ് ലൈംസ്റ്റോൺ ബെഡ്റോക്ക് ഉണ്ടായിരുന്നു. അതായത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരുന്നു. ഒരു പിരമിഡ് പണിയാൻ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം താഴെ ചെറിയൊരു തെറ്റ് വരുമ്പോൾ മുകളിലേക്ക് പോകും തോറും അത് വലിയ തെറ്റായി മാറും. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്ക്. 4500 വർഷം മുമ്പ് ലേസർ ലെവൽ ഇല്ലാത്ത കാലത്ത് അവർ ബേസ് ലെവൽ ചെയ്തു, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അലൈൻ ചെയ്തു, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ചെയ്യാൻ അവർ സിമ്പിൾ ടൂൾസ് ഉപയോഗിച്ചു. കയർ, തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ, വാട്ടർ ലെവൽ കൺസെപ്റ്റ്, സ്റ്റാർ ഒബ്സർവേഷൻ, ഹ്യൂമൻ ഐസ്, റിപ്പീറ്റഡ് ചെക്കിംഗ്. ഇത് കാണിക്കുന്നത് എന്താണ്? സിമ്പിൾ ടൂൾസ് പിന്നെ ഇന്റലിജന്റ് പീപ്പിൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഗ്രേറ്റ് പിരമിഡ് മോസ്റ്റ്ലി ലൈംസ്റ്റോൺ കൊണ്ടാണ് പണിതത്. അതിൽ പല കോർ സ്റ്റോൺസ് ജിസയ്ക്ക് അടുത്തുള്ള ലോക്കൽ ക്വാറിയിൽ നിന്നാണ് എടുത്തത്. പുറത്തുണ്ടായിരുന്ന സ്മൂത്ത് വൈറ്റ് സ്റ്റോൺസ് ട്യൂറ എന്ന സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവന്നത്. ചില ഇന്നർ ചേംബറിന് മുകളിൽ ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. ഗ്രാനൈറ്റ് അസ്വാൻ ഭാഗത്ത് നിന്നാണ് വന്നത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അസ്വാൻ ജിസയ്ക്ക് അടുത്തല്ലായിരുന്നു. അപ്പോൾ ആ ഗ്രാനൈറ്റ് ബ്ലോക്സ് അവർ എങ്ങനെ കൊണ്ടുവന്നു? നൈൽ നദി. അന്നത്തെ ഈജിപ്തിന്റെ ഹൈവേ നൈൽ നദിയായിരുന്നു.
അന്ന് അവർക്ക് നൈൽ നദിയായിരുന്നു മെയിൻ ട്രാൻസ്പോർട്ട് റൂട്ട്. കല്ലുകൾ ബോട്ടിൽ കയറ്റി നൈൽ നദി വഴി കൊണ്ടുവന്നു, പിന്നെ സൈറ്റിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. പിരമിഡ് പണിയൽ എന്നത് കല്ലുവെക്കൽ മാത്രമല്ല, ഇതൊരു ഹ്യൂജ് സപ്ലൈ ചെയിൻ ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ മെയിൻ ഡൗട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹ്യൂജ് സ്റ്റോൺ ബ്ലോക്ക് എങ്ങനെ നീക്കം ചെയ്യും? ട്രക്കില്ല, ക്രെയിൻ ഇല്ല, വീല് പോലും ഈ ഒരു സ്കെയിലിൽ പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്നത് തടി കൊണ്ടുള്ള സ്ലഡ്ജസ് ആയിരുന്നു. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ കല്ല് ഒരു മരപ്പലക പോലുള്ള സ്ട്രക്ചറിൽ വെച്ച് ആളുകൾ കയറുകൊണ്ട് വലിക്കും. പക്ഷേ ഡ്രൈ സാൻഡിൽ വലിച്ചാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ചില റിസർച്ചേഴ്സ് പറയുന്നത് മണൽ അല്പം വെള്ളം കൊണ്ട് നനച്ചാൽ ഫ്രിക്ഷൻ കുറയും, അതായത് കല്ല് വലിക്കുന്നത് കുറച്ച് ഈസി ആവും. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നും. പക്ഷേ ഇമാജിൻ ചെയ്യൂ, ഒരു ടീം കയറ് പിടിച്ചു നിൽക്കുന്നു, മുന്നിൽ സൂപ്പർവൈസർ റിതം കൊടുക്കുന്നു, ചിലർ മണൽ നനയ്ക്കുന്നു, ചിലർ സ്ലഡ്ജ് ബാലൻസ് നോക്കുന്നു, ചിലർ കല്ല് വഴുതാതെ പോകുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇത് റാൻഡം ഡ്രാഗിങ് അല്ല, ഇത് ഓർഗനൈസ്ഡ് മൂവ്മെൻ്റ് ആണ്. ഇന്നത്തെ മെഷീൻ പവറിന് പകരം അന്നുണ്ടായിരുന്നത് ഹ്യൂമൻ കോർഡിനേഷൻ ആയിരുന്നു. എക്സാക്റ്റ് മെത്തേഡ് ഇന്നും 100% ഉറപ്പായി ആരും പറയുന്നില്ല. പക്ഷേ ഏറ്റവും അക്സെപ്റ്റഡ് ഐഡിയ എന്തെന്നാൽ അവർ റാമ്പുകൾ ഉപയോഗിച്ചിരിക്കാം. റാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പ് റോഡ്, അതിലൂടെ കല്ല് വലിച്ചു മുകളിലേക്ക് കൊണ്ടുപോകും. പക്ഷെ റാമ്പ് എങ്ങനെയായിരുന്നു എന്നതിൽ ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. ഒരു തിയറി പറയുന്നത് വലിയ സ്ട്രെയിറ്റ് റാമ്പായിരുന്നു എന്നാണ്. മറ്റൊന്ന് പറയുന്നത് പിരമിഡിനെ ചുറ്റി സ്പൈറൽ റാമ്പ് ഉണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു തിയറി പറയുന്നത് ഉള്ളിൽ ഇന്റേണൽ റാമ്പ് പോലെയുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കാമെന്നാണ്. എൻ്റെ ഒപ്പീനിയനിൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു സിംഗിൾ മെത്തേഡ് മാത്രമായിരിക്കത്തില്ല, പല മെത്തേഡുകൾ ഉണ്ടായിരിക്കാം. താഴത്തെ ലെവൽസിൽ വലിയ റാമ്പ്, മുകളിലേക്ക് പോകുമ്പോൾ ചെറിയ റാമ്പുകളായിട്ട് അത് മാറും. കല്ല് ഫൈനൽ പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ലിവേഴ്സ് ഉണ്ടാകും. ഒരു ലെയർ കഴിഞ്ഞാൽ അടുത്ത ലെയർ. ഇതൊറ്റയടിക്ക് പണിതല്ല, ലെയർ ബൈ ലെയർ ആയിട്ട് ദിവസങ്ങളോളം എടുത്ത്, വർഷങ്ങളോളം എടുത്തായിരിക്കും ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് കണക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്കൂൾ മാത്സ് പോലെയല്ല, അവർക്ക് പ്രാക്ടിക്കലായിട്ട് കണക്കുകൾ ഉണ്ടായിരുന്നു. ഒരു കല്ല് എവിടെ വെക്കണം, ബേസിന് എത്ര വീതി വേണം, സ്ലോപ്പ് എത്ര വേണം, ചേംബർ എവിടെ വേണം, പാസേജ് എവിടെ വരണം, വെയിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് തെറ്റിയാൽ പിരമിഡ് കൊളാപ്സ് ആകാം. അതായത് പിരമിഡ് ഒരു റിലീജിയസ് മോണുമെന്റ് ആയിരുന്നുവെങ്കിലും അതിനകത്ത് പ്യുവർ എഞ്ചിനീയറിംഗ് ടെക്നിക്കുണ്ട്. ഇന്ന് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് അവർ റിപ്പീറ്റഡ് മെഷർമെന്റ്, എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻ എന്നിവ ഉപയോഗിച്ച് ചെയ്തു. ഇവിടെ ഏറ്റവും കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട്. ചില സിനിമകളിൽ നമ്മൾ കാണിക്കുന്നത് സ്ലേവ്സിനെ ഉപയോഗിച്ച് അടിച്ച് പിരമിഡ് പണിയിക്കുന്ന കുറെ സീനുകളാണ്. പക്ഷേ മോഡേൺ ആർക്കിയോളജി പറയുന്നത് പിരമിഡ് പണിതവർ മോസ്റ്റ്ലി സ്കിൽഡ് വർക്കേഴ്സ് ആയിരുന്നു. സ്റ്റോൺ കട്ടേഴ്സ്, ബോട്ട് വർക്കേഴ്സ്, കുക്സ്, ബേക്കേഴ്സ്, സൂപ്പർവൈസർ, ഇങ്ങനെ വലിയൊരു വർക്ക് ഫോഴ്സ് തന്നെ ഉണ്ടായിരുന്നു. ജിസയ്ക്കടുത്ത് വർക്കേഴ്സ് താമസിച്ചിരുന്ന സെറ്റിൽമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതും ആനിമൽസിന്റെ ബോൺസ്, അഡ്മിനിസ്ട്രേറ്റീവ് എവിഡൻസ് എന്നിവ കിട്ടിയിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് ചെയിൻ ഇട്ട് അടിമകളെ കൊണ്ടുള്ള പ്രൊജക്റ്റ് മാത്രമല്ല, ഇതൊരു ഓർഗനൈസ്ഡ് വർക്ക് ഫോഴ്സ് ആയിരുന്നു. അതെ, സ്റ്റേറ്റ് ലേബർ ആയിരുന്നു, കഠിനമായ ജോലിയായിരുന്നു. എല്ലാവരും ഈക്വൽ കണ്ടീഷനിൽ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സിനിമകളിൽ കാണിക്കുന്ന പോലെയാണെന്നും ഫുള്ളി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിരമിഡ് പണിതത് അടിമത്തത്തിൻ്റെ കഥ മാത്രമല്ല, അത് മനുഷ്യരുടെ സ്കിൽ, ഡിസിപ്ലിൻ, ഓർഗനൈസേഷൻ എന്നിവയുടെ കഥ കൂടിയാണ്. ഫുഡ് ഇല്ലാതെ പിരമിഡ് പണിയാൻ പറ്റില്ല. ഇത് പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പിരമിഡ് പണിയാൻ കല്ല് മാത്രം പോരാ, വർക്കേഴ്സിന് ഭക്ഷണം വേണം. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ജോലി ചെയ്യുന്നു. അവർക്ക് ഫുഡ് വേണം, വെള്ളം വേണം, മെഡിക്കൽ കെയർ വേണം, ടൂൾസ് വേണം. അതെല്ലാം ആരോ ഓർഗനൈസ് ചെയ്തിരിക്കണം. ഇവിടെ പിരമിഡ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് മാത്രമല്ല, അതൊരു ടെമ്പററി സിറ്റി പോലെയായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. ഒരു ഭാഗത്ത് കല്ല് കട്ട് ചെയ്യുന്നു, ഒരു ഭാഗത്ത് ബോട്ട്സ് വരുന്നു, ഒരു ഭാഗത്ത് കല്ല് വലിക്കുന്നു, ഒരു ഭാഗത്ത് ഫുഡ് ഉണ്ടാക്കുന്നു, ഒരു ഭാഗത്ത് സൂപ്പർവൈസേഴ്സ് വർക്കേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു വാർഡ് റൺ ചെയ്യാൻ പോലും റോട്ട, സ്റ്റോക്ക്, ഡോക്യുമെന്റേഷൻ, സ്റ്റാഫ് കോർഡിനേഷൻ എല്ലാം വേണം. അപ്പോൾ
4500 വർഷം മുമ്പ് ഒരു പിരമിഡ് സൈറ്റ് റൺ ചെയ്യാൻ എത്ര പ്ലാനിങ് വേണ്ടി വന്നിരിക്കണം? ഇതാണ് അത്ഭുതം. ഈജിപ്തിൽ വാഡി അൽ ജാർഫ് എന്ന സ്ഥലത്ത് പാപ്പറസ് ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ മെറർ എന്ന ഒഫീഷ്യലിന്റെ ഡയറി പോലെയുള്ള റെക്കോർഡ്സ് ഉണ്ട്. അവിടെ ട്യൂറ ലൈംസ്റ്റോൺ ക്വാറിയിൽ നിന്ന് കല്ല് ബോട്ട് വഴി കൊണ്ടുവന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് വലിയ കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിരമിഡ് മാജിക് കൊണ്ടുണ്ടായതല്ല. അതിന് ഡെലിവറി റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ബോട്ട്സ് ഉണ്ടായിരുന്നു, സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു, ഡെയിലി പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ പ്രൊജക്റ്റ് ഫയൽ പോലെയാണ്. ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന് പേപ്പർ വർക്ക് ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഏൻഷ്യന്റ് ഈജിപ്തിലും റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്റ്ററി അല്ലേ? മിസ്റ്ററി ഉണ്ട്. എക്സാക്ട് റാമ്പ് ഡിസൈൻ നമുക്ക് 100% അറിയില്ല. ഓരോ ബ്ലോക്ക് എങ്ങനെ പ്ലേസ് ചെയ്തു എന്ന് മുഴുവൻ അറിയില്ല. ഇന്റേണൽ പ്ലാനിങ് ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. പക്ഷേ മിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ ഏലിയൻസ് ആണെന്ന് അർത്ഥമല്ല. ചില കാര്യങ്ങൾ നമുക്കറിയാം, ചിലത് തിയറിയാണ്, ചിലത് എവിഡൻസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, ചിലത് ഇപ്പോഴും റിസർച്ച് തുടരുന്നു. അപ്പോൾ അവസാന ചോദ്യം, 4500 വർഷങ്ങൾക്ക് മുമ്പ് പിരമിഡ് എങ്ങനെ പണിതു? മാജിക് അല്ല, ഏലിയൻസ് അല്ല, ഒരു സീക്രട്ട് മെഷീനുമില്ല. അത് പണിതത് ഹ്യൂമൻ ഇൻ്റലിജൻസ്, പ്ലാനിങ്, മാത്തമാറ്റിക്സ്, റിവർ ട്രാൻസ്പോർട്ട്, സ്കിൽഡ് ലേബർ, ഫെയ്ത്ത്, പൊളിറ്റിക്കൽ പവർ, വർഷങ്ങളുടെ ഹാർഡ് വർക്ക്. നമ്മൾ ഇന്ന് മോഡേൺ ടെക്നോളജി ഉള്ളവരാണ്. പക്ഷേ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്സായി ഓർഗനൈസ് ചെയ്താൽ മനുഷ്യർക്ക് അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ സാധിക്കാൻ കഴിയും. അതാണ് ജിസ പിരമിഡിന്റെ റിയൽ വണ്ടർ. അത് ഒരു കല്ലുകൊണ്ടുള്ള മോണ്യുമെന്റ് മാത്രമല്ല, അത് മനുഷ്യന്റെ ബുദ്ധിയുടെ, വിശ്വാസത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ, കൂട്ടായ്മയുടെ മോണ്യുമെന്റ് ആണ്.